ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഗൂഗിൾ പേയുടെ തന്നെ പുതിയൊരു ഓഫറിനെ കുറിച്ച് പറയാനായിട്ടാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഗൂഗിൾ പേയുടെ തന്നെ ഒരു 600-700 രൂപ നമുക്ക് കിട്ടുന്നൊരു ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഓഫറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മളൊരു കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഐ പി എൽ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു രണ്ട് ഓഫറുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓഫർ എങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം, അതിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തെല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. തുടർന്നും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലൊക്കെ ഒന്ന് പോവാം. ഗൈസ്, ഈ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് താഴോട്ട് വന്ന ഓഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. അതിൽ ഫസ്റ്റ് തന്നെ ടെസ്റ്റ് ഷോട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. ആ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ഓപ്പണായി വരും. ഇതിൽ പ്ലാനോ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഒരു ഗെയിമിലേക്ക് കിടക്കും. ഈ ഒരു ഗെയിം പ്ലേ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു 650 രൂപ ക്ലെയിം ചെയ്യുന്നത്. ആ 650 രൂപ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കളിയിൽ നമ്മൾ 6 അടിക്കണം. എത്ര 6 അടിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കളിയിൽ സ്കോർ നമ്മൾ ഈ ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ റൂൾസ് റൂൾസ് നോക്കി കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ കാണാം. ഫസ്റ്റ് 50 രൂപ കിട്ടാനായിട്ട് നമ്മൾ 6 6 അടിക്കണം. അപ്പോൾ ഈ ഒരു 6 6 അടിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് 50 രൂപ കിട്ടും. അതുകൂടാതെ 20 6 അടിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്കൊരു 100 രൂപ കിട്ടും. അതുകൂടാതെ 1000 പ്ലെയേഴ്സിൻ്റെ ഉള്ളിൽ ടോപ്പ് 1 ആയിട്ട് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ വീക്ക്ലി ഒരു 1000 പ്ലെയേഴ്സ് ഉണ്ടാവും. 1000 പ്ലെയേഴ്സ് ഈ ഒരു ലീഡർ ബോർഡിൽ ഉണ്ടാവും. ആ ലീഡർ ബോർഡിൽ ടോപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ 500 രൂപ കിട്ടും. അങ്ങനെ ടോട്ടലി ഒരു 650 രൂപ നമുക്ക് ഇതിൽ നിന്നും ക്ലെയിം എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഫണ്ണായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇടയിൽ ഇങ്ങനെ ഗൂഗിൾ പേയുടെ സൈഡിൽ നിന്നും ഇങ്ങനത്തെ ഗെയിമും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ക്രിക്കറ്റ് ഫേസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷന് കൂടി കാണാൻ പറ്റുന്നുണ്ട്. അതിലൊരു 151 രൂപയും കൂടി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇങ്ങനൊരു സെക്ഷൻ ഓപ്പൺ ആയി വരും. അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡ് താഴെയായിട്ട് നമുക്ക് ക്രിക്കറ്റ് മാച്ച് എന്ന് പറഞ്ഞൊരു ചെറിയൊരു റൗണ്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു റൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ നമ്മൾ ക്യാൻഡി ക്രഷൊക്കെ കളിച്ചവർക്ക് ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ മാച്ച് ആയിട്ടുള്ള ഒരു 3 എണ്ണം ഒരു ഈക്വലി ഒരു ലൈനിൽ വരുന്നത് പോലെ ചെയ്യുക. ബോളുണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, ബാറ്റ് ഉണ്ട്, കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, അങ്ങനെ ഒട്ടനവധി സാധനങ്ങളുണ്ട്. ഇത് ഒരു ലൈനിൽ വരുന്നത് പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഒരു നമുക്കൊരു 15 മൂവോളം തരുന്നുണ്ട്. ആ മൂവിൻ്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ നിന്നും ഒരു പോയിന്റ് കിട്ടും. ആ ഒരു പോയിന്റ് എടുത്തു വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിവാർഡ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്തിട്ട് ടോട്ടലി നമുക്കൊരു 200 പോയിന്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു 200 പോയിന്റ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ഒരു 151 രൂപയുടെ ഒരു കൂപ്പൺ കിട്ടും. ആ ഒരു കൂപ്പൺ സ്ക്രാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുന്നത്. എന്തായാലും ഈ ഗൂഗിൾ പേയുടെ സൈഡിൽ നിന്നും ഇങ്ങനത്തെ ചെറിയ ഓഫേഴ്സുകളൊക്കെ വരുന്നത് നമുക്ക് ഈ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്ക് ഒരു ഉപകാരമാണ്. കാരണം വേറെ സ്ക്രാച്ച് ചെയ്തിട്ടൊന്നും അവർ നമുക്ക് വലിയ എമൗണ്ട് ഒന്നും തരുന്നില്ല. എന്തായാലും ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരെ കൂടി ഈ ഒരു കാര്യം അറിയിക്കുക. എന്തായാലും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.